പിന്നെ ഒരു കാര്യം, നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡ്രസ്സ് ഇട്ടു, അപ്പോൾ നമ്മൾ ചുറ്റിനുള്ളവർ ഓരോന്ന് പറയും. നമ്മൾ നേരത്തെ കല്യാണം കഴിച്ചു, അതിന് ചുറ്റുമുള്ളവർ പറയും. താമസിച്ച് കല്യാണം കഴിച്ചാലോ, അതിനും പറയും. കുട്ടികളുണ്ടായാൽ പറയും, കുട്ടികളുണ്ടായില്ലെങ്കിൽ പറയും. മെലിഞ്ഞിരുന്നാൽ പറയും, വണ്ണം വെച്ചാൽ പറയും. ഇതിനെല്ലാത്തിനും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പറയുന്നവരുടെ കാര്യത്തിൽ നമ്മൾ എന്താ സ്റ്റാൻഡ് എടുക്കാനുള്ളത്? ആ പറയുന്നവർ പറഞ്ഞോട്ടെ, അത് അവരുടെ ജോലിയാണ്, അവരുടെ സമാധാനമാണ്. പറയുക, ഗോസിപ്പ് പറയുക, ഓരോന്ന് പറയുക, സ്ലട്ട് ഷെയിം ചെയ്യുക. ഇപ്പോൾ ആരെങ്കിലും സ്ലട്ട് ഷെയിം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ആയിത്തീരൂ? ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്? പറയാനുള്ളവർ പറഞ്ഞോട്ടെ. നമ്മൾ നമ്മുടെ ലൈഫ് നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക. നമ്മുടെ സന്തോഷം എന്താണ്, നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, നമ്മുടെ ഗട്ട് ഫീലിങ്ങിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നാട്ടുകാരെ പേടിച്ച് അയ്യോ നാട്ടുകാരെന്ത് പറയുമെന്ന് ആലോചിച്ച് നിൽക്കുവാണെങ്കിൽ അങ്ങനെ നിൽക്കാം. നാട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരു കാര്യം നിങ്ങൾ നാട്ടിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റുമുള്ളതും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒറ്റ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഒറ്റ കാര്യം മതി, പക്ഷേ അത് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട്. അതെൻ്റെ ചാലഞ്ചാണ്. ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.